ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് കാരണം പവർ ഞെക്കണ സമയത്ത് എന്ത് വരും, അതായത് കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങും. ഈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഏതിൽ കൂടിയാണ് പോവുക, ഏറ്റവും റെസിസ്റ്റൻസ് ഇപ്പോൾ ഇൻ കേസ് ഇതിലൊരു ലീക്കേജ് ഉണ്ട് എന്ന് വിചാരിക്കുക. എന്താണ് ലീക്കേജ് അല്ലെങ്കിൽ ഷോർട്ട് എന്ന് പറയുന്നത്? എന്താ? കറണ്ട് ഗ്രൗണ്ടായി പോവുക. കറണ്ട് എങ്ങനെ ഗ്രൗണ്ടായി പോവും, എവിടേക്കാണ് ഗ്രൗണ്ട്, ഏറ്റവും റെസിസ്റ്റൻസ് കുറഞ്ഞ ഭാഗത്തു കൂടി ഷോർട്ടായി ഇങ്ങനെ പോകും. അപ്പോൾ ഈ റെസിസ്റ്റൻസ് കുറഞ്ഞ ഭാഗം ഏതാണ് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്. അപ്പോൾ ശരിക്കും ആക്ച്വലി പോകേണ്ട കറണ്ട് ഫ്ലോ ഇതിലുണ്ടാവില്ല, ലീക്കേജ് ഉള്ളതോ ഷോർട്ടിലുള്ളതായിട്ടുള്ള ഒരു ബോർഡിൽ കാണൂല. മനസ്സിലായോ? അപ്പോൾ കറണ്ടിനൊരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധം, ആ പ്രതിരോധം കുറഞ്ഞ ഭാഗത്തു കൂടി കറണ്ട് ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ ആ ഗ്രൗണ്ടിലേക്ക് പോകുന്ന ഭാഗം ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ പോകുന്നുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്, DC പവർ സപ്ലൈ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് ഭാഗത്തു കൂടിയാണ് അത് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റോഷൻ പ്ലസ് വേണമെങ്കിൽ ഉപയോഗിക്കാം, പിന്നെ അത് തെർമൽ ക്യാമറ ഉപയോഗിക്കാം, ഇതൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ ഡയഗ്നോസ്. പക്ഷെ അത് പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ പവർ സപ്ലൈ. അപ്പോൾ ആക്ച്വലി നിങ്ങൾ ഈ പഠിച്ച ഇലക്ട്രോണിക്സിൽ പഠിച്ച ബേസാണ് ഈ മീറ്റർ. നമ്മൾ മനസ്സിലായോ? അപ്പോൾ ഈ മീറ്ററിൽ നമുക്ക് കറണ്ടിൻ്റെ റീഡിങ് കറക്റ്റായിട്ട് കിട്ടും. കറണ്ടിൻ്റെ റീഡിങ് അപ്പോൾ എങ്ങനെയാണ് കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഓരോ ഫോണിൻ്റെയും ആംബിയർ എടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ധാരണ നമ്മൾ ഉണ്ടാക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിനെ ഇതേതാ ഓപ്പോൻ്റെ ആണ് തോന്നുന്നുണ്ട്, ഓപ്പോൻ്റെ ഫോണിൻ്റെ ബൂട്ട് സീക്വൻസ്, അതാണ് ബൂട്ട് സീക്വൻസ് എന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇതിലെടുക്കുകയാണെങ്കിൽ ആദ്യം ലോ 20 10 സ്റ്റാർട്ട് ചെയ്ത് 20 30 60 പിന്നെ എങ്ങനെയാണ് വന്ന് 300 400 ഒരു ഏകദേശം 1300 എത്തുമ്പോഴേക്കും എന്തായി വരും, ആ ഫോൺ ഓൺ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇതിൽ വെച്ചിട്ട് ഈ 20 30 തന്നെ സ്റ്റക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് പോകണില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 400 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ DC പവർ സപ്ലൈ അല്ലെങ്കിൽ ആംപിയർ മീറ്റർ എന്ന് പറയുന്ന മീറ്റർ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇത് എപ്പോൾ എന്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് എന്തിനു വേണ്ടിയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഓസിലോസ്കോപ്പ് എടുക്കും. ഓസിലോസ്കോപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗം എവിടെയാണെന്ന് വെച്ചാൽ അതൊരു ഇലക്ട്രോണിക്സ് തന്നെയാണ്. T=1/F എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക്സിൽ ഇക്വേഷൻ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന മീറ്ററാണ് ഓസിലോസ്കോപ്പ്. ടൈമിനും ഫ്രീക്വൻസിനും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ 5G ഫോണുകളുടെയൊക്കെ നമുക്ക് പിന്നെ 5G ഫോണുകളുടെ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, നെറ്റ്വർക്ക് കംപ്ലൈൻറ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് വോൾട്ടേജിൻ്റെ വേരിയേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ വോൾട്ടേജിൻ്റെ വേരിയേഷൻ ഇപ്പോൾ 5G എടുക്കുന്നതിൻ്റെ നെറ്റ്വർക്ക് ICയിലേക്ക് കുറേ ചാനലുകളുണ്ട്. ആ ചാനലുകളിൽ വോൾട്ടേജ് ഓരോ സെക്കൻഡിൽ ഒരു സെക്കൻഡിലെ 100% മാറ്റങ്ങൾ വരും. മൾട്ടിമീറ്റർ നമ്മൾ വെച്ചുകൊണ്ട് ഇതങ്ങോട്ട് വെക്കുമ്പോഴേക്കും ഒരു സെക്കൻഡായി. ഒരു സെക്കൻഡിൽ ഒരു 100% വോൾട്ടേജിലുള്ള വേരിയേഷൻസ് പിന്നെ എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക? അത് നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനെ ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ഈ ഫ്രീക്വൻസിയിലേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 5G ഫോണിൻ്റെ നെറ്റ്വർക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, നെറ്റ്വർക്ക് വലിയൊരു ഇഷ്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്തുവരും ഓസിലോസ്കോപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് അത്രയും ഡീപ്പ് ലെവലിൽ ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മീറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഡയഗ്നോസിങ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് ഓസിലോസ്കോപ്പുള്ളത്. ഓസിലോസ്കോപ്പ് ഒരു സെക്കൻഡിൻ്റെ 10% നമ്മളിപ്പോൾ മൾട്ടിമീറ്ററിൽ ഒരു വോൾട്ടേജ് ഇങ്ങനെ നമ്മൾ GR വാല്യൂ വോൾട്ടേജും ചെക്ക് ചെയ്യും. ഇവിടെ വെക്കുമ്പോഴേക്കും എന്ത് വരും, സെക്കൻഡ് മാറും. സെക്കൻഡിന് മാറുന്നതനുസരിച്ച് എന്തെങ്കിലും വോൾട്ടേജിൽ ഫ്ലക്ച്വേഷൻ വരും. അത് കണ്ടുപിടിക്കാൻ നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഓസിലോസ്കോപ്പ് ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഈ ഇതും ഒരു ഡയഗ്നോസിങ് ടൂളാണ്. DC പവർ സപ്ലൈ ഒരു ഡയഗ്നോസിങ് ടൂളാണ്. അതേപോലെ തന്നെ ഓസിലോസ്കോപ്പ് ഒരു ഡയഗ്നോസിങ് ടൂളാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫ്ലൂക്ക് മൾട്ടിമീറ്ററും ഒരു ഡയഗ്നോസിങ് ടൂളാണ്. ഈ 3 മീറ്ററിന് അപ്പോൾ ശരിക്ക് ആക്ച്വലി ഈ മൾട്ടിമീറ്റർ യൂസ് ചെയ്യാനും DC പവർ സപ്ലൈ യൂസ് ചെയ്യാനും കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു എബവ് 80% നമുക്ക് കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അത് നോളേജ് ഉണ്ടാവണം.
മൾട്ടിമീറ്ററിൻ്റെ GR വാല്യൂം അതേപോലെ തന്നെ ഇമ്പിഡൻസും ഓരോ സെക്ഷനിലും ഓരോ ലെയിൻസിലുള്ള ഇമ്പിഡൻസിനെ കുറിച്ചിട്ടുള്ള ധാരണ ഉണ്ടാവണം. ഓരോ ലൈനിലും ഇമ്പിഡൻസ് എത്ര, അപ്പോൾ ആ ഇമ്പിഡൻസിനെ കുറിച്ചിട്ട് ധാരണ ഉണ്ടാകുമ്പോൾ അതേ ടൈപ്പ് ഒരു ഫോൺ വരുന്ന സമയത്ത് ഇപ്പോൾ MIPA ലൈൻ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ലൈനിലെ ഇമ്പിഡൻസും മിസ്മാച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കത്തണം. മുമ്പ് ഉണ്ടായിരുന്ന ഫോണിൻ്റെ ഇത്രയുള്ള ഒരു 300 ഓം അടുത്തിൻ്റെ ഇതിലിപ്പോൾ 100 കാണുന്നുള്ളല്ലോ, അപ്പോൾ എന്തോ ഒരു ലീക്കേജ് ഉണ്ട്, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡിലേക്ക് വരണത്. അങ്ങനെയാണ് ഇതിൻ്റെ ഈ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെത്തേഡ്. അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക് എക്സ്പീരിയൻസ് ആവുന്നതോട് കുറേ ഫോണുകൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ നോളേജുകൾ ഇങ്ങനെ കൂടി വരും. അപ്പോൾ ആദ്യം എടുത്ത ആ ടെക്നിക്ക് ഇതിലെടുക്കാലോ എന്നുള്ള ഓട്ടോമാറ്റിക്കായിട്ട് തിങ്ക് ചെയ്യാൻ വരും. അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് നല്ല മാസ്റ്ററായിട്ടുള്ള നല്ല പ്രൊഫഷണലായിട്ടുള്ള ടെക്നീഷ്യന്മാരായിട്ട് മാറുക. ഓക്കെ, അപ്പോൾ ഇത് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ